ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു മലയാളം സിനിമ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിരുന്നല്ലോ. മലയാളത്തിൽ നിന്നും ഇതുവരെ റീ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശം ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ച സിനിമയായിരുന്നല്ലോ പാലേരി മാണിക്യം. മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ രഞ്ജിത്തിന്റെ ക്ലാസും മാസം നിറഞ്ഞ അവാർഡ് സിനിമ കൂടിയ പാലേരി മാണിക്യം ഫൈനൽ കളക്ഷൻ 1 ലക്ഷം രൂപ പോലും ടച്ച് ചെയ്യാനാവാതെ തിയേറ്ററുകളിൽ നിന്ന് വിട പറയുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അങ്ങനെ മമ്മൂട്ടിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട റീ റിലീസ് ചിത്രം തിയേറ്ററുകളിൽ ഒരു വൻ ദുരന്തമായി മാറിയെങ്കിലും ഇനിയും ഒരുപാട് മമ്മൂട്ടി സിനിമകൾ റീ റിലീസിനായിട്ട് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അതിൽ അടുത്ത റീ റിലീസുകളിൽ ഒന്നായ മമ്മൂട്ടി ചിത്രം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ടീസർ ഇന്നലെ ഒരു ലോഞ്ചോട് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. ടീസറിനാണെങ്കിൽ വലിയ വരവേൽപ്പാണ് ലഭ്യമായിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ആദ്യകാലത്തെ ഏറ്റവും വലിയ ചരിത്ര സിനിമ കൂടിയായ സിനിമയായതുകൊണ്ടെല്ലാം തന്നെ സിനിമ എന്തായാലും തിയേറ്ററുകളിലെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമയുടെ റീ റിലീസ് എപ്പോഴായിരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് ശേഷം റീ റിലീസിന് ഒരുങ്ങുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം ആവനാഴിയാണ്. നവംബർ മാസം അവസാന വാരത്തോടെ സിനിമ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമ ഇത് 2ാം തവണയാണ് പാലേരി പോലിൽ തന്നെ റീ റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. ഈ വീഡിയോയിലെ 3ാമത്തെ മമ്മൂട്ടിയുടെ റീ റിലീസ് സിനിമയുടെ അപ്ഡേറ്റ് അത് ദളപതി എന്ന സിനിമയുടേതാണ്. തമിഴിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ രജനികാന്ത് നായകനെ എത്തിയ മമ്മൂട്ടി, ശോഭന തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച സിനിമ അധികം വൈകാതെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുന്നതാണ്. ഏകദേശം 1 മാസത്തിനിടയിൽ റീ റിലീസ് അപ്ഡേറ്റ് വന്ന സിനിമയാണ് അമരം. ഭരതൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനെ എത്തിയ മത്സ്യത്തൊഴിലാളിയുടെ വേഷത്തിലെത്തിയ സിനിമ ഉടനെ തന്നെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യും. സിനിമയുടെ വർക്കുകൾ നടക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. പാലേരി മാണിക്യമൊപ്പം ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ സിനിമകൾ പോലെ തന്നെ ഏകദേശം 1 വർഷത്തിലേറെയായിട്ട് വർക്കുകൾ നടക്കുന്ന മറ്റൊരു റീ റിലീസ് ചിത്രമാണ് 1921. റിലീസ് ചെയ്ത സമയത്തെ മലയാളത്തിലെ വലിയ സിനിമ കൂടിയായ ചിത്രത്തിന്റെ റീ റിലീസ് അപ്ഡേറ്റുകളും ഉടനെ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലെ 6ാമത്തെ മമ്മൂട്ടിയുടെ റീ റിലീസ് അപ്ഡേറ്റ് അത് വെള്ളിയേട്ടൻ എന്ന സിനിമയുടേതാണ്. നിങ്ങൾ പ്രേക്ഷകർക്ക് അറിവുള്ളതുപോലെ സിനിമയുടെ ഒഫീഷ്യൽ റീ റിലീസ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞതാണ്. അടുത്ത വർഷം ഓണക്കാലത്ത് സിനിമ റീ റിലീസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ 6 സിനിമകൾ കൂടാതെ ഇനിയും സിനിമകൾ റീ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു റിപ്പോർട്ടുകളുണ്ട്. ഈ പറഞ്ഞ 6 സിനിമകളിൽ നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്ന റീ റിലീസ് ചെയ്ത സിനിമകളെല്ലാം തന്നെ കോടികൾ നേടിയെടുക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം.